ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुगतान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। हरे कृष्ण हरि ओम तत्सत्। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 11 9-ാമത്തെ ശ്ലോകം മുതൽ. സഞ്ജയ ഉവാച ഏവം മുക്ത്വാ തഥോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. സഞ്ജയ ഉവാച ഏവം ഉക്ത്വാ തഥോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഹരേ കൃഷ്ണ. ഉത്തമ ഭക്തി മാതാജി. हरे कृष्ण प्रभुजी। संजय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरि दर्शयामास पार्थाय परमं रूपमैश्वर्यम्। रूपेश्वरी माताजी. प्रभुजी। संजय उवाच एवमुक्त्वा ततो राजन् महायोगेश्वरो हरिः दर्शयामास पार्थाय परमं रूपमैश्वरम्. ട്രാൻസ്ലേഷൻ കൂടി. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനന് പ്രത്യക്ഷപ്പെടുത്തി. ഹരി ബോൾ. Sanjaya said, O king, having spoken thus, Supreme Lord of all mystic power, the personality of God displays his universal form. So, അങ്ങനെ അർജുനൻ ഭഗവാന്റെ യൂണിവേഴ്സൽ ഫോം വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് ആ വിശ്വരൂപത്തിൽ കാണുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ അനേക വക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യായുധം ദിവ്യ മല്യാംബരാധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനേക വക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യായുധം ദിവ്യമാല്യാംബരാധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശദോമുഖം. ഓക്കെ, ഉപേശ്വരി മാതാജി. കൃഷ്ണ പ്രഭുജി. അനേക വക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. हरे कृष्ण प्रभुजी। अनेक वक्त्रनयन अनेकाद्भुत दर्शनम् अनेक दिव्याभरणम् दिव्यानेकोद्यतायुधम् दिव्यमालाम्बराधरम् दिव्यगन्धानुलेपनम्
സർവമാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. Translation. ഈ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യമായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. ഹരിബോൾ. ഇത് ആരാ പറയുന്ന ഈ ശ്ലോകം? സഞ്ജയനല്ലേ? സഞ്ജയാണ് പറഞ്ഞ് അവസാനം അർജുനന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ വിശ്വരൂപം എങ്ങനത്തെയാണ്? അർജുന സോ ഇൻ ദാറ്റ് യൂണിവേഴ്സ് അൺലിമിറ്റഡ് മൗത്ത്സ്, അൺലിമിറ്റഡ് ഐസ്, അൺലിമിറ്റഡ് വണ്ടർഫുൾ വിഷൻസ്, എല്ലാം അൺലിമിറ്റഡ്. കാണിച്ചാൽ നമുക്ക് അത് എണ്ണാൻ പറ്റാത്തത്രയും. കാണിച്ചാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമല്ലേ. അപ്പോ വിരാട് രൂപം, ഭഗവാന്റെ ഒരു വിരാട് രൂപം, യൂണിവേഴ്സൽ ഫോം, വിശ്വ ദർശനം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം മുഴുവന് ഒരു വ്യക്തി, ആ വ്യക്തിയില് എത്ര കണ്ണുകൾ വേണം, എത്ര മറ്റുള്ള അവയവങ്ങൾ വേണം, അല്ലെ, കാല്, കൈ, അതെല്ലാം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമുക്ക് അതിന് വിശദീകരിക്കാൻ പറ്റുക? അൺലിമിറ്റഡ്. അപ്പൊ എല്ലാം അൺലിമിറ്റഡ് മൗസ്, അൺലിമിറ്റഡ് ഐസ്, അൺലിമിറ്റഡ് വണ്ടർഫുൾ വിഷൻസ്. Form was decorated with many celestial ornaments and bore many divine upraised weapons. He wore celestial garlands and garments, and many divine scents were smeared over his body. All was wondrous, brilliant, and unlimited, all expanding. അപ്പോൾ ആ വിശ്വരൂപം ഒരുപാട് ആഭരണങ്ങളെ കൊണ്ടത് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആഭരണങ്ങൾ. അപ്പൊ നമ്മളെ തന്നെ ഒരാള്, ചെറിയ ഒരാള്, ഒരു 6 foot ഉള്ള ഒരാളിനെ ആഭരണങ്ങൾ എത്ര അണിയാൻ പറ്റും? പക്ഷെ ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി എത്ര ആഭരണങ്ങൾ അണിച്ചാലും കുറവായിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു വിരാട് രൂപത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നമുക്കൊരു ഡ്രസ്സ് ചെയ്യണം, ഡ്രസ്സ് തയ്ക്കണം. എനിക്ക് നമ്മുടെ മദൻ മോഹൻ, രാധാമാധവനൊക്കെ ഡ്രസ്സ് തയ്ക്കുന്നില്ലേ? ലൂയിസ് ബസാറിൽ പോയിട്ട് ഡ്രസ്സ് മേടിച്ചു കൊണ്ടിരുമ്പോൾ സൈസ് കൊണ്ടുപോയി കൊടുത്തിട്ട്, അപ്പൊ ഈ വിരാട് രൂപത്തിന്റെ സൈസ് കൊടുത്തിട്ട് നമുക്കൊരു ഡ്രസ്സ് തയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിലെ തുണി കൊടുത്താലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് രൂപം. എത്ര തന്നെ മരങ്ങൾ മുറിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ലോകത്തിലെ എല്ലാ മരങ്ങളും മുറിച്ചാലും എന്നിട്ട് അതുകൊണ്ട് തുണി ഉണ്ടാക്കിയിട്ട് ഡ്രസ്സ് തയ്ക്കണം വിചാരിച്ചാൽ നടക്കില്ല. സോ ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് ദ യൂണിവേഴ്സൽ ഫോം. അപ്പൊ അങ്ങനെ ആ ഫോമിന് ഡെക്കറേറ്റ്, അത് എന്താണ്? ഭഗവാന്റെ മിസ്റ്റിക് പവറാണ്. സെലസ്റ്റിയൽ ഓർണമെന്റ്സ് ആണ്. നമ്മളുടെ സാധാരണ കാണുന്ന ഓർണമെന്റ്സ് അല്ല, സെലസ്റ്റിയൽ ഓർണമെന്റ്സ്, ദിവ്യമായിട്ടുള്ളത്. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരം സമീപിക്കുന്ന, അല്ലാണ്ട് ഒരു ഫാക്ടറിയിൽ പോയിട്ട് കുറെ ഇതുണ്ടാക്കി ഓർണമെന്റ്സ് ഉണ്ടാക്കി എന്നിട്ട് ഭഗവാൻ അണിയല്ല ചെയ്യുന്നത്. ഭഗവാൻ സങ്കല്പിച്ചാൽ മതി, അതവിടെ പ്രത്യക്ഷമാവും. അങ്ങനെ സെലസ്റ്റിയൽ ഓർണമെന്റ്സ്. പിന്നെ ഒരുപാട് ഡിവൈൻ വെപ്പൺസ്, ജനന വെപ്പൺസ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരുപാട് ദേവി ദേവതമാർക്കൊക്കെ വെപ്പൺസ് ഉണ്ട്, മാരകമായിട്ടുള്ള ആയുധങ്ങളാണ്, അല്ലേ? എന്താണ് അതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ആരാണോ അഭക്തന്മാരാണ്, ആരാണോ ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കാതെ ജീവിക്കുന്നത്, അവരെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു നമ്മൾക്ക്, അതായത് പോലീസ് വടി കാണിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ തോക്ക് കാണിക്കും ഇന്നത്തെ കാലത്ത്. മുമ്പൊക്കെ വടിയും കാണിച്ചാൽ മതി, ഇന്നത്തെ തോക്ക് കാണിച്ചിട്ടും കാര്യമില്ല. അങ്ങനത്തെ പട്ടന്മാരുണ്ട്, ഒന്നിനും പേടിയില്ലാത്തത്. എന്നാ ചെയ്ത വെടി വെച്ച് പറയും, അല്ലേ? ഭഗവാന്റെ അടുത്ത് അങ്ങനത്തെ വെപ്പൺസും ഉണ്ട്, ഡിവൈൻ വെപ്പൺസ്. ആവശ്യമില്ല, ഭഗവാൻ ജസ്റ്റ് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. പക്ഷെ ഇതെല്ലാം നമ്മളെ അങ്ങനത്തെ രൂപം കാണുമ്പോഴേ നമുക്കൊരു പേടി വരുള്ളൂ. അപ്പോൾ നമ്മള് പാപ കർമ്മങ്ങളും ചെയ്യില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഭദ്രകാളി ഒക്കെ അവരുടെ ടെമ്പിളിലൊക്കെ പോയാൽ എത്ര 10-16 കൈകളുണ്ടായിരിക്കും, എല്ലാറ്റിലും ഓരോ ആയുധങ്ങളുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ പേടിക്കും. അപ്പൊ കുട്ടികളെ പറഞ്ഞോണ്ടോ, അതാ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ശിക്ഷിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയാണ്, ഭീതി, അല്ലേ? ഭഗവാൻ ഇങ്ങനത്തെ കാസ്റ്റ്ലി ഫോംസും ഉണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്?
അസുരന്മാർക്കും അഭക്തന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷനാണ്, ഒരു റെപ്രസെന്റേഷൻ. സോ ഹി വോർ സെലസ്റ്റിയൽ ഗാർലൻഡ്സ്. എന്താണ് സെലസ്റ്റിയൽ ഗാർലൻഡ്സ്? അതൊരിക്കലും പാടില്ല. നമ്മളിന്ന് രാവിലെ പൂ വറുത്താൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിന്റെ പണി കഴിഞ്ഞു അല്ലേ? അതിന്റെ ഭംഗി പോയി, വാടി ആകെ, പിന്നെ അതിനൊരു ഇതുമില്ല, അതിന് ശരിക്കും നിൽക്കാൻ പറ്റില്ല. മറ്റേത് രാവിലെ ഇറക്കുമ്പോൾ ഭയങ്കര നല്ല രസമുണ്ട് കാണും. സമയം കഴിയുന്നതോറും എന്തായി, ടൈം ഡിസ്ട്രോയ്സ് എവരിതിങ്. അപ്പൊ ഇത് ഇവിടെ എങ്ങനത്തെ ഗാർലൻഡ്സ് ആണ്? സെലസ്റ്റിയൽ ഗാർലൻഡ്സ് ആണ്. അത് ഒരിക്കലും പാടില്ല, അതിന്റെ സുഗന്ധം ഒരിക്കലും ക്ഷയിക്കില്ല. അതേപോലെ ഗാർമെന്റ്സും ഓൾവേസ് ഷൈനിങ് ആൻഡ് മെനി ഡിവൈൻ സെൻസ് വെർ സ്മിയർ ഓഫ് ഹിസ് ബോഡി. ഭഗവാന്റെ ശരീരത്തിലാകെ സുഗന്ധദ്രവ്യങ്ങളും പെരട്ടിയിട്ടുണ്ട്. ഓൾ വാസ് വണ്ടറസ്, ബ്രില്യൻ, അൺലിമിറ്റഡ്, ഓൾ എക്സ്പാൻഡിങ്. ഓ, ഈ വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റൂ, ഇതിലും കൂടുതലും ഉപയോഗിക്കാനേ പറ്റില്ല. അൺലിമിറ്റഡ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വ്യാപ്തി. സോ ഇൻ ദീസ് ടു വേഴ്സസ് the repeated use of the word many indicates that there was no limit to the number of hands, mouths, legs and other manifestations Arjuna was seeing. Okay. ഒരുപാട് കൈകളും കാലുകളും കണ്ണും വായും അങ്ങനെ എല്ലാ അവയവങ്ങളും നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും ഭഗവാന്റെ ആ വിരാട് രൂപത്തിൽ കാണുന്നു. These manifestations were distributed throughout the universe. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. But by the grace of the Lord, Arjuna could see them while sitting in one place. നമുക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാം കാണാൻ പറ്റില്ല. ഒരു റൂമിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു കോർണറിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പോയാലേ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആ മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച്, യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഭഗവാൻ ഈ വിരാട് രൂപം, വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോ ഇത് മുഴുവനും ഉൾക്കൊള്ളാനുള്ള അതിശക്തി ഭഗവാൻ അർജുനന് കൊടുക്കും. അത് കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പോർഷൻ ചെറുതായിട്ട്, അതായത് തന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു പോർഷൻ കാണുന്നല്ലാണ്ട് ഒരു അതിലുപരിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഭഗവാന്റെ ആ ദിവ്യ രൂപം കാണാനുള്ള ശക്തി കൊടുത്തുകൊണ്ട് അർജുനന് അതെല്ലാം ആ യുദ്ധക്കളത്തിൽ വെച്ച്, യുദ്ധഭൂമിയിൽ വെച്ച് ഒരുമിച്ച് എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റി അല്ലേ? അതാണ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ദ ലോർഡ്, ഭഗവാന്റെ അനുഗ്രഹം കണ്ട്. അല്ലാതെ നമ്മുടെ ഈ ലിമിറ്റഡ് വിഷനിലൊന്നും കാണാൻ പറ്റില്ല. സോ അർജുന കുഡ് സീ ദം വൈൽ സിറ്റിംഗ് ഇൻ വൺ പ്ലേസ്. ദാറ്റ് വാസ് ഡ്യൂ ടു ദ ഇൻകൺസീവബിൾ പൊട്ടൻസി ഓഫ് കൃഷ്ണ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇത് കാണാൻ പറ്റില്ല, ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഈവൻ നമുക്കും ഭഗവാന്റെ ആ ഒരു മേഴ്സി ഉണ്ടെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും സാധിക്കും. നമ്മളിപ്പോ ഈ ഭൂമിയില് നമ്മളെല്ലാം സ്ഥൂല ശരീരം, നമ്മൾ മുകളിൽ പോകുന്തോറും ആ സ്ഥൂല ശരീരം എന്തായി, അത് സൂക്ഷ്മ ശരീരമായിട്ട്. യക്ഷാസ് ഉണ്ട്, ഗന്ധർവാസ് ഉണ്ട്, ദേവതമാര്, ഇവർക്കൊക്കെ അവരുടെ ഫോം അവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ഫോം വേണമെങ്കിൽ എടുക്കാൻ പറ്റും അല്ലെ? നമുക്ക് അങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ നന്നായിരുന്നു. ഏത് ഫോം വേണമെങ്കിൽ. ഇപ്പൊ വിദ്യാധരന്മാരെ ഒക്കെ, അവരൊക്കെ ഉപദേവതമാരാണ്. ഉപദേവാസ് എന്ന് പറയും. ദേവന്മാരിലേക്കാണ് കുറച്ച് താഴ്ന്നത്. ഒക്കെ എവിടെ? ഭൂവർ ലോകത്തിലാണ് അവരുടെ ധാമം. അപ്പൊ അവർക്ക് ആകാശത്തിൽ പറന്നു നടക്കാൻ പറ്റും, പക്ഷികൾക്ക് പറന്നു നടക്കുന്ന പോലെ അവർക്ക് രൂപം മാറ്റാൻ പറ്റും. ഒരുപാട് മിസ്റ്റിക് പവേഴ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് ഈ മോർട്ടൽ ബീയിങ്സ് ആയിട്ടുള്ള അവർക്കും കൂടി ഇത്രയും സിദ്ധികളുണ്ട്. അപ്പൊ ഇതിന്റെ സോഴ്സ് ആയിട്ടുള്ള ഭഗവാൻ, ഇതിന്റെ എല്ലാം സ്രഷ്ടാവായിട്ടുള്ള ഭഗവാൻ എന്തെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു എക്സിബിഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിത്രകേതു വിദ്യാധരനായിട്ട് അടുത്ത ജന്മത്തില് വിദ്യാധരനായിട്ട് പോയി. ആ വിദ്യാധരൻ അങ്ങനെ ആകാശത്തു കൂടെ പോകുന്ന സമയത്താണ് ശിവപാർവതിമാരെ കണ്ടിട്ട്, ശിവന്റെ മടിയിൽ പാർവതി ദേവി ഇരിക്കുന്നത് കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു വന്നു, ചെറുതായിട്ടൊന്ന് പരിഹസിച്ച പോലെ ചിരിച്ചു. എന്നിട്ടാണ് വൃത്താസനായിട്ട് മാറി. അപ്പോൾ അങ്ങനത്തെ സെലസ്റ്റിയൽ ബീയിങ്സ് ഉണ്ട്. ലൈറ്റാണ്, അവർക്ക് എന്ത് വേണം ചെയ്യാം, ഏത് രൂപം വേണമെങ്കിൽ എടുക്കാം. അങ്ങനെയുള്ള മിസ്റ്റിക്, അത് അനിമ, ലഗിമ, എന്താ പറയുക, മഹിമ, അങ്ങനെ പിന്നെ പ്രാപ്തി, ആ തരത്തിലുള്ള എല്ലാം മിസ്റ്റിക് പവർ ഈവൻ നമ്മളുടെ
ഭൂമിയിലും അങ്ങനെയുള്ള മിസ്റ്റിക് പവറുള്ള യോഗിവര്യന്മാരുണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് സ്വതവേ അവർക്കുണ്ട്, ജന്മനാ ഇവർക്കുണ്ട്. നമുക്കിത് ആർജിച്ചെടുക്കണം. ഭൂമിയിലെ യോഗിവര്യന്മാർക്ക് ഇത് തപസ് ചെയ്തെടുക്കണം. അത് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് അതല്ല, അവർക്ക് ജന്മല കിട്ടിയിട്ടുള്ള ഒരു പവറാണത്. കാരണം വെച്ചാൽ അവർ അത്രയും സുഹൃതം ചെയ്തിട്ടാണ് ആ ഒരു ഉയർന്ന തലത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ പറഞ്ഞു വരുന്നത് അതിന്റെ സ്രോതസ്സായിട്ടുള്ള ഭഗവാന് എന്ത് വേണമെങ്കിലും ജസ്റ്റ് ചിന്തിച്ചാൽ മതി, ഭഗവാന് സാധിക്കും. Arjuna could see them while sitting in one place. This was due to the inconceivable potency of Krishna. ഭഗവാന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൊട്ടൻസിയുടെ കഴിവുണ്ട്. അതുകൊണ്ടാണ് ആ അനുഗ്രഹം കാരണമാണ് അർജുന ഇതെല്ലാം കാണാൻ പറ്റിയത്. ദിവി സൂര്യസഹസ്രസ്യ ഭവേയുഗപത് ഉത്ഥിതാം യദി ഭാസദൃശി സാ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനഃ. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപത് ഉത്ഥിതാം യദി ഭാസദൃശാ സാ സ്യാദ് ഭാസസ്തസ്യ മഹാത്മനഃ. കേസിമേ മാതാജി. Hare Krishna Prabhuji, pranams. ഹരേ ക്ഷമാതി. Divi Surya Sahasrasya Bhavedyugapad Uttita Yadi Bhasadrishis Syad Bhashastasya Mahatmanaha. വെരി ഗുഡ്. ഉത്തമ ഭക്തി മാതാജി. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപതിസ്ഥിതാ ഉദിത്തിതാ യദി സദൃശീസാ സ്യാദ് ഭാവസ്തസ്യ മഹാത്മനാ. രൂപേശ്വരി മാതാജി. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിതാ യദി ഭാസദൃശി സ്യാദ് ഭാവസ്തസ്യ മഹാത്മനഃ. ട്രാൻസ്ലേഷൻ. ആയിരം സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണെങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാപൂരം. ഹരേ കൃഷ്ണ. അതുപോലെ if hundreds of thousands of suns were to rise at once into the sky, their radiance might resemble the effulgence of the Supreme Person in that universe. ആ വിരാട് രൂപത്തിൽ നിന്ന് വിശ്വരൂപത്തിൽ നിന്ന് വരുന്ന ശോഭ, ആ പ്രതിഭ, കാന്തി എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് സൺസ് ഒരേ സമയത്ത് കോടിക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചാൽ ആകാശത്ത് ഉണ്ടാകുന്ന പ്രതിഭ, ആ തേജസ് എന്താണ്? അതാണ് ആ വിശ്വരൂപത്തിന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. കാരണം സൂര്യഭഗവാനും ആ തേജസ് കിട്ടുന്നത് എവിടുന്നാണ്? ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ തേജസ് എന്നാണ്, അല്ലേ? അല്ലാണ്ട് സൂര്യഭഗവാനിതില്ല. അപ്പൊ ഭഗവാന്റെ ആ തേജസ് തന്നെയാണ് ഇവരെല്ലാം ഇവിടെ ഈ ഭൂമിയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ പ്രതിഫലിപ്പിക്കുന്നത്. സ്വന്തം സൂര്യഭഗവാന് എക്സിസ്റ്റൻസ് ഇല്ല. ഉണ്ടോ? ഇല്ല. നമുക്കുമില്ല, ആർക്കുമില്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങൾക്കും ഒരു വസ്തുക്കൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എല്ലാം ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ഭഗവാൻ മാത്രമായിട്ട് ഒരാളുള്ളൂ, സ്വരാട്ടായിട്ട് ഭഗവാൻ മാത്രം. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ അത് ആധ്യാത്മികമായാലും ശരി, ഭൗതികമായാലും എല്ലാവരും ഭഗവാന്റെ ആശ്രയത്തിന്. അപ്പൊ ഭഗവാൻ മാത്രമാണ് ഇൻഡിപെൻഡന്റ്. നമ്മളെല്ലാം ഭഗവാന്റെ കരുണയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഐ ആം ദ ഡൂവർ, ഞാനാണ് ഇതിലെല്ലാം കർത്ത. അങ്ങനെ പറഞ്ഞ എന്തായി? അഹങ്കാരം. എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. കാർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, അല്ലേ? അതാണ് അഹങ്കാരം. ഞാൻ ചെയ്യുന്നു. ഐ ആം ദ ഡൂവർ, ഐ ആം ദ മാസ്റ്റർ, ഐ ആം ദ കൺട്രോൾഡ്. ഇതാണ് അഹങ്കാരം. ഇതാണ് ഫാൾസ് ഈഗോ, അല്ലെ? പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവസഹ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. അല്ലെ? കർത്ത അഹം, ഞാൻ ചെയ്യുന്നു. അഹങ്കാര വിമൂഢാത്മ,
ഈ അഹങ്കാരം ഫോൾസ് കൊണ്ട് വിമൂഢ ആത്മ. വിമൂഢ എന്ന് പറഞ്ഞ എന്താണ്? മൂഢൻ. കുറച്ചും കൂടി ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പരമവിഡ്ഢി. വിഡ്ഢി എന്ന് മാത്രം പറഞ്ഞാൽ വരാ. അങ്ങനത്തെ ആൾക്കാർ എന്താണ്? അഹങ്കാര വിമൂഢാത്മ കർത്ത അഹം ഇതി മന്യത്. എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു അഹങ്കാരം. അഹങ്കാരം കർത്ത അഹം. അപ്പൊ ഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല. ഭഗവാനെ ആശ്രയിച്ചാണ് എല്ലാം. നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡന്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് സൺസ് ഒരേ സമയത്ത് സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ അതിന്റെ കാന്തി, അതിന്റെ ശോഭ, അതിന്റെ പ്രതിഭ, തേജസ് എന്തായിരിക്കും? അതാണ് ഭഗവാന്റെ ആ വിരാട് രൂപത്തിൽ കാണാൻ പറ്റിയത് അർജുനന് എന്ന് പറയുന്നു. So what Arjuna saw was indescribable, yet Sanjaya is trying to give a mental picture of that great revelation to Dhritarashtra. So എന്താണ് അർജുന കണ്ടത് അത് തന്നെയാണ് സഞ്ജയനും കണ്ടത്. അർജുന അത് വിവരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു വലിയൊരു ഇങ്ങനത്തെ രൂപം കണ്ടാൽ നമ്മളെ എങ്ങനെയാണ് വർണ്ണിക്കുക? വിൽ ബി ബെറഫ്റ്റ് ഓഫ് വേർഡ്സ്, അല്ലേ? ലോസ് ഓഫ് വേർഡ്സ്. നമുക്ക് വാക്കുകൾ കിട്ടില്ല. നമുക്ക് ഭഗവാനല്ല, ആരാ ഇതിൽ പറയുന്നത്? ഭഗവത്ഗീതയുടെ ഇത് അർജുനാണോ? അല്ലേ? അമേസിങ് ദ സോൾ, ഭഗവാൻ തന്നെയല്ലേ പറയുന്നത്, അല്ലേ? ആത്മാവിനെ പറ്റിയിട്ട് ചില ആൾക്കാർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബട്ട് ഇറ്റ് ഇസ് അമേസിങ് അമേസിങ്. ആരാണ്? ഭഗവാനല്ലേ പറയുന്നത്. ഭഗവാൻ തന്നെ ആയിരിക്കും പ്രഭുജി. ഭഗവാൻ. ആത്മാവിനെ കുറിച്ച് ഏതാണ് ശ്ലോകം? ഓർമ്മയുണ്ടോ? അറിയില്ല. രണ്ടാമതിൽ ഭഗവാൻ തന്നെ പറയുന്നത്, അതായത് അബൌട്ട് ദ സോൾ. അമേസിങ് എന്നല്ലാണ്ട് അതിലും ഇത് ബന്ധം നമുക്ക് പറയാൻ പറ്റുക. അതായത് ഇത്രയും ചെറിയ ആ ആറ്റം നമുക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട്, മൈക്രോസ്കോപ്പോ എന്തെങ്കിലും ഡിവൈസസ് ഉപയോഗിച്ച് കാണാൻ പറ്റും ആറ്റംസ്. അതിലും സൂക്ഷ്മമാണ്. അതായത് 1/10,000 ഓഫ് ദ ടിപ്പ് ഓഫ് ദ ഹെയർ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? Isn't it? ആ സോളിന്റെ പ്രസൻസ് കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് വലിയ വലിയ വർത്തമാനം പറയുന്നു. അല്ലേ? ആ വർത്തമാനം, ആ സോളിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മളുടെ ഒന്നും അനങ്ങില്ലേ, പോയി ഡെഡ് മാറ്റർ, ജഡമായി. അപ്പൊ അതിന്റെ ശക്തി എന്താണെന്ന് അതിനെ എങ്ങനെ വർണ്ണിക്കുക? അവർ ഒറ്റ വാക്കുകൾ അമേസിങ്. അതിലും ഇത് നമുക്ക് പറയാൻ പറ്റില്ല, കാണിച്ച വാക്കുകളില്ല. അതേപോലെയാണ് ഇവിടെ അർജുനന് അത് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സഞ്ജയൻ ധൃതരാഷ്ട്രത്തെ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഇതിപ്പം നമ്മൾ പറഞ്ഞു തരാം, നിങ്ങൾ ആരിപ്പം മാങ്ങ എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു പഴം കഴിച്ചിട്ടില്ല. പക്ഷെ അത് ഞാൻ കഴിച്ച, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എങ്ങനെ അതിന്റെ ടേസ്റ്റ്. പറഞ്ഞു തരാൻ പറ്റും? പറഞ്ഞു തരാൻ പറ്റില്ല ഒരിക്കലും. അപ്പൊ അതേപോലെയാണ് ധൃതരാഷ്ട്രത്തേക്ക് എങ്ങനെ സഞ്ജയ് പറഞ്ഞു കൊടുക്കും? സഞ്ജയൻ കാണുന്നുണ്ട്, അർജുനൻ കാണുന്നുണ്ട്, അത് വിവരിക്കാൻ പറ്റുന്നില്ല. ഇൻകംപ്രിഹെൻസിബിൾ, അല്ലേ? ഇൻകംപ്രിഹെൻസിബിൾ. അങ്ങനത്തെ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അത് അപ്പൊ എന്താണ് പറയുക? സഞ്ജയ് ഈസ് ട്രൈങ് ടു ഗീവ് എ മെന്റൽ പിക്ചർ ഓഫ് ദാറ്റ് ഗ്രേറ്റ് റെവലേഷൻ ടു ധൃതരാഷ്ട്ര. ഒരു വിധത്തില് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ധൃതരാഷ്ട്രയ്ക്ക്. Neither Sanjaya nor Dhritarashtra was present, but Sanjaya, by the grace of Vyasa, could see whatever happened. അത് വ്യാസദേവന്റെ അനുഗ്രഹത്താലാണ് അങ്ങനത്തെ ഒരു വിഷൻ. ദിവ്യചക്ഷു കൊടുത്തു. മാംസചക്ഷു കൊണ്ട് കാണാൻ പറ്റില്ല. കാരണം അതിനുള്ള ഒരു റേഞ്ച് ഇല്ല നമ്മുടെ മാംസചക്ഷുവിന്. നമ്മുടെ കണ്ണിന്റെ റേഞ്ച് എന്താണ്? ഫ്യൂ മീറ്റേഴ്സ്, നോട്ട് ബിയോണ്ട് ദാറ്റ്, അല്ലേ? അതിലപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ല, എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വ്യാസദേവന്റെ ആ ഗ്രേസ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് സഞ്ജയന് കാണാൻ പറ്റും. Thus he now compares the situation as far as it can be understood. An imaginable phenomenon that is thousands of. അപ്പോൾ ഏകദേശം ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഇതിലാണ് അദ്ദേഹം പറയുന്നത്. ആയിരം കണക്കിന് സൂര്യന്മാര് ഒരേ സമയത്ത് ഉദിച്ചാൽ എന്താണോ ആ പ്രഭ കിട്ടുന്നത്, അതേപോലെയാണ് വിരാട് രൂപത്തിൽ. അത്രേ പറയാൻ പറ്റും. ഇതൊന്നും എക്സാക്ട്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റ് 13. തത്രേകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തം അനേകധാ
अपस्यादेव देवस्य शरीरे पाण्डवस्तथां तत्रैकस्थं जगत्कृष्णं प्रविभक्तम् अनेकधाम् अपश्यद्देव देवस्य शरीरे पाण्डवस्तथा. के रूपेश्वरी माताजी. हरे कृष्ण प्रभुजी. तत्रैकस्थं जगत्कृत्स्नं प्रविभक्तामनेकधा अपश्यद्देव देवस्य शरीरे पाण्डवस्तथा. हरे कृष्ण. सिंह माताजी. हरे कृष्ण. तत्रैकस्थं जगत्कृष्णं प्रविभक्तामनेकधा अपश्यद्देव देवस्य शरीरे पाण्डवस्तथा. हरि बोल. उत्तमा भक्ति माताजी. हरे कृष्ण. तत्रैकस्थं जगत्कृष्णं प्रविभक्तामनेकधा अपश्यादेव देवस्य शरीरे पाण्डवस्तथा. ट्रांसलेशन में माइक. വിശ്വാക്കതമാകരമായ ആ ഭഗവദ്രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാവിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണാൻ സാധിച്ചു. Very good. At that time, Arjuna could see in the universal form of the Lord the unlimited expansions of the universe situated in one place, although divided into many thousands. Okay. ആ സമയത്ത് അർജുനന് എന്ത് കാണാൻ പറ്റി? വിരാട് രൂപം, വിശ്വരൂപം, എങ്ങനെ അൺലിമിറ്റഡ് എക്സ്പാൻഷൻ. അതിന്റെ എക്സ്പാൻഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. Situated in one place, although divided into many thousands. So the word tatra there is very significant. It indicates that both Arjuna and Krishna were sitting on the chariot when Arjuna saw the universal form. രണ്ടുപേരും ഒരേ രഥത്തിലിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എന്താ പറയാ, വിധാത സെയിം രഥത്തിലായിരിക്കുന്നത്. ഇതിന്റെ സോഴ്സ് ആ വിരാട് രൂപത്തിന്റെ. ഇവിടെ നോക്കാം, അവിടെ നോക്കാം. ഒരാളുടെ ഹ്യൂമൻ ലൈഫ് ഫോം, മറ്റത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് രൂപം. അങ്ങോട്ട് ഇത് നോക്കിയിട്ട് നോക്കാം അതെന്താണ് വ്യത്യാസം. അപ്പൊ ഒരേ രഥത്തിലിരുന്നിട്ട് അർജുനനും കൃഷ്ണനും കാണാണ്. കൃഷ്ണ were sitting on the chariot when Arjuna saw the universal form. Others on the battlefield could not see this form. Okay. അപ്പൊ അത് ക്ലിയർ ആണ് പ്രഭുപാദയുടെ പർപ്പട്ടില്. Others on the battlefield could not see this form because Krishna gave the vision only to Arjuna. വേറെ ആർക്കും കൊടുത്തില്ല. Arjuna could see in the body of Krishna many thousands of planets. ഒരുപാട് ഗ്രഹങ്ങളുണ്ടല്ലേ ഈ പ്രപഞ്ചത്തില്. അപ്പൊ ഈ വിരാട് രൂപത്തില് കൃഷ്ണന്റെ ആ ഭൗതികമായിട്ടുള്ള ഈ ദേഹത്തിലെ ഒരുപാട് ഗ്രഹങ്ങളെ കണ്ടു എന്ന് പറയുന്നു. Thousands of planets. As we learn from Vedic scriptures, there are many universes and many planets. Some of them are made of earth, some are made of gold, some are made of jewels, some are very great, some are not so great, etc. അപ്പം നമ്മള് ഈ ജീവിക്കുന്ന എർത്താണ് അല്ലെ. ചിലത് ഗോൾഡിന്റെ ഉണ്ട്, ചിലത് ജ്വൽസിന്റെ ഉണ്ട്, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള, സം ആർ നോട്ട് സോ ഗ്രേറ്റ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്ലാനറ്റ്സ് ഉണ്ട്. ഇപ്പോ നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിക്കുന്നുണ്ട് ചില പ്ലാനറ്റില് യുറാനിയം കൂടുതലാണ്, അത് കൂടുതലാണ്, ഇത് കൂടുതലാണ്. സോ മേ ബി ദ ബേസിക് എലിമെന്റ് ഓഫ് ദാറ്റ് പ്ലാനറ്റ് മേ ബി ഓഫ് ദാറ്റ് ദാറ്റ് മിനറൽ ഓർ ആയിരിക്കും, അതുകൊണ്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അത് കൂടുതൽ അവിടെ കാണുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ രേഗിസ്ഥാനിൽ പോയാൽ, അതായത് ഡിസേർട്ടിൽ പോയാൽ എന്താ നമുക്ക് കാണാൻ പറ്റുക? സാൻഡ്. അല്ലാണ്ട് എന്താ കാണുമെന്നും കാണാൻ പറ്റില്ല അല്ലെ. ഒരു ഗോൾഡൻ ബൗണ്ടറി ആണെങ്കിൽ ഗോൾഡ് അതിൽ കാണുന്നു. അപ്പൊ അതേപോലെ ഫുൾ ഗ്രഹങ്ങള് ഗോൾഡിൻ്റെ ഉണ്ടായിരിക്കാം, സിൽവർ ഉണ്ടായിരിക്കാം, കോപ്പർ ഉണ്ടായിരിക്കാം, മറ്റ് ധാതുക്കൾ ഉണ്ടായിരിക്കാം. ഇത് നമ്മുടെ എർത്താണ്, പഞ്ചഭൂതത്തിലെ ഏറ്റവും ഗ്രോസസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എലിമെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ കാണാൻ പറ്റിയെന്നാ പറയുന്നത്. So sitting on his chariot, Arjuna could see all this, but no one could understand what was going on between Arjuna and Krishna.
അപ്പൊ ഇവര് രണ്ടുപേരും, അതായത് ഭഗവാൻ തന്റെ വിരാട് രൂപം അർജുന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അർജുനൻ കാണുന്നുണ്ട്. പക്ഷെ യുദ്ധഭൂമിയിലുള്ള മറ്റുള്ള ആൾക്കാർക്കും എന്താണ് ഇവിടെ നടക്കുന്ന ഒരു ഇത് കണ്ട രണ്ട് പാർട്ടീസിന്റെ മധ്യത്തില് ആണ് ഇവരെ രഥം വെച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ രണ്ടുപേരിലും സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിരാട് രൂപം കാണിച്ചു കൊടുക്കുന്നു. അർജുനൻ ഭയങ്കര ആശ്ചര്യമായിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനോടെ അവിടെ നോക്കി നിൽക്കുന്നു. പക്ഷെ ബാക്കിയുള്ള സോൾജേഴ്സിന്, സൈനികർക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് പറയുന്നത്, ബട്ട് നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ അർജുന ആൻഡ് കൃഷ്ണ. തഥാ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടാരോ മാ ധനഞ്ജയാം പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിർ അഭാഷതാം. തഥാ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടാരോ മാ ധനഞ്ജയാം പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിർ അഭാഷതാം. ഹരേ കൃഷ്ണ. രൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. തഥാ സാ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയാ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. സിമി മാതാജി. तदा सा विस्मयाविष्टो हृस्तरो मा धनञ्जया प्रणम्य शिरसा देवं कृताञ्जलिरभाषत. हरि बोल. उत्तमावती माताजी. ततः सा विस्मयाविष्टो हृष्टारो मा धनञ्जया प्रणम्य शिरसा देवं कृताञ्जलि अभाषत. എന്റെ വിവർത്തനം കൂടി. പിന്നെ അർജുനൻ പരിഭ്രാന്തനായി വിസ്മയാധീനനായി രോമാഞ്ചം പൂണ്ട് കൃഷ്ണന്റെ മുന്നിൽ ശിരസ് കുനിച്ച് തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. Hari bol. Then, bewildered and astonished, his hair standing on end, Arjuna bowed his head to offer obeisances and with folded hands began to pray to the Supreme Lord. ആകെ കൺഫ്യൂഷനായി, ഭ്രമം അല്ലേ, എന്താണ് ഞാൻ കാണുന്നത്, ഒരു പിടുത്തമില്ല, ആശ്ചര്യം. അപ്പൊ അതുകൊണ്ട് എന്താണ് രോമാഞ്ചം, രോമങ്ങളെല്ലാം എഴുന്നേറ്റുന്നു. നമ്മള് ഭയം വരുമ്പോ, സന്തോഷം വരുമ്പോ, സങ്കടം വരുമ്പോ ഒക്കെ രോമാഞ്ചം ഉണ്ടാവും. അപ്പൊ ഓരോന്നിനും ഓരോ കാരണമായിരിക്കും. ഇവിടെ എന്താ, ഇത് ആശ്ചര്യത്തിന്റെ ഇതാണ് ഇവിടെ. അർജുന എന്നിട്ട് എന്താ അവിടെ പ്രണാമം ചെയ്യാണ് അർജുനൻ. ഗോഡ് ഈസ് ഹെഡ് ടു ഓഫർ ഒബേസൻസസ്. തല താഴ്ത്തിയിട്ട് പ്രണാമം കൊടുക്കുകയാണ്. വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ് എന്നിട്ട് പ്രേ ചെയ്യാൻ തുടങ്ങി. ബിഗൻ ടു പ്രേ ടു സുപ്രീം ലോർഡ്. So once the divine vision is revealed, the relationship between Krishna and Arjuna changes immediately. അതുവരെ സഖ്യഭാവത്തിലുള്ള അർജുനൻ, ഇടാ പോടാ എന്നുള്ള ആ ഒരു ടേമിലായിരുന്നു അല്ലേ, വളരെ ഫോർമലായിട്ട് കൂടെ നടക്കുന്നു, ഇങ്ങനെ കൂടെ കളിക്കുന്നു, ചിരിക്കുന്നു, കൂടെ ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാ ക്രാങ്ക്സും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് സഖ്യഭാവത്തില്. ഇത് കണ്ട ഉടനെ പറഞ്ഞിട്ട് ആ സഖ്യഭാവത്തിൽ നിന്ന് ദാസ്യഭാവത്തിലേക്ക് വന്നു അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആളെ പരിചയപ്പെടുകയാണ്, നമുക്ക് ഇഷ്ടമായി, അവരോട് സംസാരിക്കാൻ തുടങ്ങി. അയാൾ പറയുന്ന ആളുടെ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പായി, അങ്ങോട്ട് പോക്കും വരവും. പിന്നീട് പറയാ ഇയാള് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികന്റെ ഒരു മകനാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതെന്തായിരിക്കും ആ സമയത്തുള്ള. അതുവരെ നമ്മളൊരു സാധാരണക്കാരായിട്ട്, നമ്മളും സാധാരണക്കാരൻ, അയാളും സാധാരണക്കാരൻ, കളിച്ച് തിരിച്ച് ഫ്രണ്ട്ഷിപ്പായി ഒരുപാട് കാര്യങ്ങൾ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നീടാണ് മനസ്സിലാവുന്നത് അയാൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്ത് വെക്കുകയായിരുന്നു. പിന്നീട് മനസ്സിലാവണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ ഒരു മകനാണെന്ന് നമ്മൾ കണ്ടാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അതേപോലെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ എന്തായി, ഓൺ റിഫറൻസ് ആയിരിക്കും. അതുപോലെ ആദരവ്, കാരണം ഇത്രയും വലിയ ആളുടെ ഒരു ഫ്രണ്ട് ആവാനുള്ള ആ ഒരു ഇത് എനിക്കില്ല എന്നുള്ള ആ ഒരു തോന്നൽ നമുക്ക് തോന്നും. അതേപോലെ ഇവിടെ ഭഗവാനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഫോർമലി അങ്ങനെ കളിക്കൂട്ടുകാരനായിട്ട് കണ്ട് അതുപോലെ ഇടപഴകി ജീവിച്ച് വന്ന ഇത്രയും കാലം ഒരാൾ പെട്ടെന്ന് ഭഗവാനാണെന്ന് അറിയുമ്പോൾ
എന്തായി? ഉടനെ ദാസ്യഭാവത്തിലേക്ക്. അതാണ് ഇവിടെ പറയുന്നത്, വൺസ് ദ ഡിവൈൻ വിഷൻ ഈസ് റിവീൽഡ്, the relationship between Krishna and Arjuna changes immediately. സഖ്യഭാവത്തിൽ നിന്ന് എവിടേക്ക് വന്നു? ദാസ്യഭാവത്തിലേക്ക് വന്നു. Before, Krishna and Arjuna had a relationship based on friendship. But here, after the revelation, Arjuna is offering obeisances with great awe and reverence, ആദരവ്, respect, and with folded hands is praying to Krishna. പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? He is praising the universal form. Thus, Arjuna's relationship becomes one of wonder rather than friendship. അപ്പൊ സഖ്യഭാവത്തിൽ നിന്ന് ആ റെഫറൻഷ്യൽ റിലേഷൻഷിപ്പിലേക്ക് മാറിയത്. So great devotees see Krishna as the reservoir of all relationship. In the scriptures, there are 12 basic kinds of relationship mentioned, and all of them are present in Krishna. Okay. അപ്പൊ 7 തരത്തിലുള്ള റിലേഷൻഷിപ്പ്, 5 നമുക്കറിയാം അല്ലെ? എല്ലാവർക്കും അറിയാന്ന്. ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം ആൻഡ് മാധുര്യം. പിന്നെ 7 സബ്, അതായത് ബീഭത്സം, അത്ഭുതം, രൗദ്രം, ഹാസ്യം, ഇങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള 7 അത് സബ് ആയിട്ടുള്ളത്. അങ്ങനെ 12 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ഭഗവാൻ. അപ്പോ രാവണന്റെ റിലേഷൻഷിപ്പ്, ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപ റിലേഷൻഷിപ്പ്, കംസന്റെ റിലേഷൻഷിപ്പ്, ഇവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ? ഈ 5 പെട്ടില്ല അത്. ദാസ്യോ അല്ലെങ്കിൽ ശാന്തമോ സഖ്യമോ വാത്സല്യമോ അല്ലെങ്കിൽ മാധുര്യമല്ല. അപ്പൊ അവരുടെ എന്താണ്, അവരുടെ റിലേഷൻഷിപ്പ് ലോവർ ഇതിലാണ്. പക്ഷെ അതും ഭഗവാൻ ഇത് ചെയ്യുന്നു. ഇപ്പൊ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു വീര്യരസത്തിലാണ് അവരുടെ ആ റിലേഷൻ, വീര്യം. കാരണം ഭഗവാൻ വീര്യരസം ആസ്വദിക്കണമെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ വരണം അല്ലെ? അപ്പൊ അവിടെ ഒരു എനിമിയായിട്ടേ കാണാൻ പറ്റും. എനിമി ആകുമ്പോൾ, ശത്രു ആകുമ്പോൾ ഫൈറ്റിംഗ്, വളരെ ഇന്റൻസ് ഫൈറ്റിംഗ്, ആൻഡ് ഭഗവാൻ വാണ്ട്സ് ടു എൻജോയ് ദാറ്റ് ഫൈറ്റിംഗ് ആൾസോ. അവിടെ നടക്കില്ല, അവിടെ സ്വന്തം വീട്ടിൽ നടക്കില്ല. അപ്പൊ ഭഗവാൻ താഴെ ഇറങ്ങി വരികയാണ്, സ്വധാമത്തിൽ നടക്കില്ല അത്. അവിടെ ഭഗവാൻ എല്ലാവർക്കും അറിയാം. പിന്നെയും നടക്കും, വൃന്ദാവനത്തിൽ നടക്കും, വൈകുണ്ഠത്തിൽ ഒട്ടും നടക്കില്ല. വൃന്ദാവനത്തില് ഭഗവാന്റെ ഭഗവത്വം മറക്കുന്നു, അതുപോലെ വൃന്ദാവനവാസികളും ഭഗവാനാണെന്ന് മറക്കുന്നു. അപ്പൊ അവിടെ കളിയും തമാശയും കാര്യങ്ങളൊക്കെ നടക്കാമായിരിക്കും. അവിടെ ആത്മീയ തലത്തിലുള്ള വൃന്ദാവനത്തില് അവിടെ അസുരന്മാരില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഇതില്ല. അപ്പൊ അത് ആ ഒരു വീര്യരസം ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ഭൗതിക ലോകത്തിൽ വരണം. അതിന് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരാൾക്കാർ വരണ്ടേ. അപ്പൊ തന്റെ ഭക്തന്മാരായിട്ടുള്ള ജയവിജയന്മാരെയും കൊണ്ട് കൊടുന്നു. അവിടെ അത് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇവിടുത്തെ സാധാരണ ഗുസ്തിക്കാരൊന്നും പോരാ അല്ലേ? ഈ ഭൗതിക ലോകത്തിലെ കുറച്ച് ഗുസ്തിക്കാരെ വിളിച്ചിട്ട് ഞാൻ വീര്യരസം എന്താ പറയുക ആസ്വദിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ ഭഗവാൻ തന്റെ ഭക്തന്മാരെന്നെ, അതിന് കഴിവുള്ള ഭക്തന്മാരെ ഇവിടെ ആദ്യം ഡെപ്യൂട്ട് ചെയ്തു. അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി അവരെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ. സനത് കുമാരന്മാരെ പറഞ്ഞയച്ചു. എന്നിട്ടും ഒരു നാടകം കളി പോലെ ഒരു കേഴ്സും കൊടുത്തു. അവരവിടെ വന്ന് ജയിച്ചു. എന്നിട്ട് ശത്രുക്കളായി ആ വീര്യരസം. 12 തരത്തിലുള്ള റിലേഷൻഷിപ്പും ഭഗവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഫേവറബിൾ ആയിട്ട് ഏതാണ്? 5. മറ്റത് ഫേവറബിൾ അല്ല. അവരും ആ 7 ഫേവറബിൾ അല്ലെങ്കിലും കൂടിയിട്ട് അതിനും കംപ്ലീറ്റ് 24 മണിക്കൂർ സ്മരണ, കണ്ടിന്യൂസ് സ്മരണയുണ്ട്. ഫേവറബിൾ അല്ലെങ്കിലും കൂടിയിട്ട് സ്മരണ 24 മണി. ഇപ്പൊ കംസൻ എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നു. ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? അൺഫേവറബിൾ ആണ് അല്ലെ? എന്തുകൊണ്ടാണ് സ്മരിക്കുന്നത്? എപ്പോഴാണ് കൃഷ്ണൻ എന്നെ വധിക്കാൻ വരുന്നത് അറിയില്ല, അതുകൊണ്ട് എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ എപ്പോഴാണ് വരായോ പോരോ, എവിടെ തിരിഞ്ഞാലും കൃഷ്ണൻ, അവിടെ തിരിഞ്ഞാലും കൃഷ്ണൻ. നമുക്ക് പേടി വരുമ്പോൾ അതാണ്, എപ്പോഴും അതിനെ പറ്റി തന്നെ ആലോചിച്ചിരിക്കും. അപ്പൊ അതേപോലെ കംസനും എന്താണ് എപ്പോഴും തന്നെ ആലോചിച്ചിരിക്കുക, എപ്പോഴാണ് എൻ്റെ ഡെത്ത് വരിക, എപ്പോഴാണ് ഡെത്ത് പേഴ്സണാലിറ്റി ഈസ് അറ്റാക്കിങ് മീ, അങ്ങനെ ഒരു ഇതിലാണ്. അപ്പൊ അത് അൺഫേവറബിൾ ആണ് ആ 7. അപ്പൊ എന്താണ് സ്മരണയുണ്ട് അതിലും. അപ്പോ ഭഗവാൻ അത് നോക്കുന്നില്ലേ, ആ സ്മരണയെ നോക്കുന്നുള്ളൂ. പക്ഷെ അതില് സിൻസിയറായിട്ട് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള സ്മരണ അല്ലാത്തതുകൊണ്ട് ഒരു ഹയസ്റ്റ് റെൽം കിട്ടില്ല എന്ന് മാത്രം. മുക്തി ആയാലും കിട്ടും. ഭൗതിക ലോകത്തുനിന്ന് മുക്തി കംസനും കിട്ടുന്നുണ്ട്.
രാവണനും കിട്ടും. പക്ഷെ ആ സമയത്ത് അവസാനം അവർ പ്യൂരിഫൈ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അവർക്ക് മനസ്സിലായിട്ട് അവർ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുന്നുണ്ട് ചില കേസസിലൊക്കെ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഫേവറബിൾ. അതുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള ആനുകൂല്യാണ് കൃഷ്ണാനുശീലനം ഭക്തി ഉത്തമം, അല്ലേ? രൂപഗോസ്വാമി എന്താണ് പറയുന്നത്? ആനുകൂല്യാണ് കൃഷ്ണാനുശീലനം ഭക്തി. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യാനു കൃഷ്ണാനുശീലനം ഭക്തി. ഉത്തമ ഭക്തിയാണ് എല്ലാവരും, അതായത് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താണോ ഫേവറബിൾ ആയിട്ടുണ്ട്, പ്രീതി നൽകുന്നത്, ആ ഭക്തിയാണ് ഇവിടെ. റിലേഷൻഷിപ്പ് 12 എണ്ണം ഉണ്ടെങ്കിലും 5 പ്രിഫറബിളി നല്ലത്, അതാണ് ഫേവറബിൾ ആണത്. ആൻഡ് ഓൾ ഓഫ് ദം ആർ പ്രസന്റ് ഇൻ കൃഷ്ണ. It is said that he is the ocean of all the relationship exchange between the two living entities, between the gods or between the supreme lord and his deities. അപ്പോൾ ഈ ബന്ധം രണ്ട് ലിവിങ് എൻറ്റിറ്റീസ് തമ്മിലുണ്ട്, ബിറ്റ്വീൻ ഗോഡ്സ് ഉണ്ട്, ബിറ്റ്വീൻ സുപ്രീം ലോർഡ്സ് ആൻഡ് ഡിസ് ഡിവോട്ടീസ് ആൾസോ. So here Arjuna was inspired by the relationship of wonder, Aishwaryam, Adbhutam. And in that wonder, although he was by nature very sober, calm and quiet, he became ecstatic. His hair stood up and he began to offer his obeisance unto Supreme Lord with folded hands. അപ്പൊ ഇത് കണ്ട് ആശ്ചര്യചകിതനായിട്ട് അർജുനൻ എന്താണ് ചെയ്യാന്ന് അറിയേണ്ടത്? 2 കൈ കൂപ്പി വണങ്ങാണ്, ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അതും അറിയുന്നില്ല, കാരണം ടോട്ടലി ഭ്രമത്തിലാണ്, ബിവൽഡേർഡ്. എന്താണ് ഈ കാണുന്നത്? ഇത് സ്വപ്നമാണോ, അത് ശരിക്കാണോ, ഒന്നും അറിയുന്നില്ലേ. അപ്പോ ഈവൻ നമ്മൾ ഒരാളെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഒരു മേഴ്സിയിലാണ്, അനുഗ്രഹം ഇല്ലാണ്ട് ഒരാളെ സ്തുതിക്കാൻ പറ്റില്ല, അല്ലെ? 4-5 വയസ്സായിട്ടുള്ള ധ്രുവനും തന്നെ എന്താണ് ഭഗവാന്റെ പെട്ടെന്ന് ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോ ഭഗവാനെ സ്തുതിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള വാക്കുകളില്ല, അതിനുള്ള അറിവില്ല, ബുദ്ധിയില്ല. അപ്പൊ ആ അറിവും ബുദ്ധിയും ആര് കൊടുത്തു? ഭഗവാൻ തന്നെ കൊടുത്തു. എങ്ങനെ കൊടുത്തു? ആ കോൺഷ്യൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് തലോടി എന്നെ കവളത്തെ. ഉടനെ ആ ധ്രുവന് എല്ലാ അറിവും, ഭഗവാനെ ഗ്ലോറിഫൈ സ്തുതിക്കാനുള്ള എല്ലാ അറിവും ധ്രുവ മഹാരാജിന് കിട്ടി ആ ചെറുപ്രായത്തിൽ, 4-5 വയസ്സിൽ. ഗജേന്ദ്രന് എവിടുന്ന അറിവുണ്ടായത്, അല്ലെ? ഗജേന്ദ്രന് ഒരു പശുവിന്റെ ശരീരം, ഒരു മൃഗത്തിന്റെ ശരീരം. ആ ഒരു മൃഗത്തിന്റെ ശരീരത്തില് ഭഗവാനെ സ്തുതിക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ ആ മൃഗത്തിന്റെ ശരീരത്തിനും ഭഗവാനെ സ്തുതിക്കാനുള്ള കഴിവ് ആര് കൊടുത്തു? ഭഗവാൻ. ഭഗവാനെ സ്തുതി ചെയ്യാനുള്ള കഴിവ്, അതായത് കഴിഞ്ഞ ജന്മത്തില് നല്ലൊരു ഭക്തനായിക്കൊണ്ട് ആ അറിവും ഭഗവാനെ കൊടുത്തു, അങ്ങനെ സ്തുതിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പെട്ടെന്ന് ഇങ്ങനെ അത്ഭുതമായിട്ടുള്ള ആശ്ചര്യമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ടോട്ടലി എന്തായി? വിൽ ബി ബെവിൽഡേഡ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കാണുന്നത്, സത്യമാണോ അതോ ഒരു ഭ്രമമാണോ, അത് ഇല്യൂഷനാണോ, ഒന്നും അറിയില്ല. ചില സമയത്ത് രാത്രി കടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇപ്പൊ കണ്ടത് ശരിക്കുള്ളതാണോ അത് സ്വപ്നമാണോ നമുക്ക് തന്നെ അറിയുന്നില്ല. ജനക മഹാരാജാവിന് അങ്ങനത്തെ ഒരു ഇതുണ്ടായി. ജനക മഹാരാജാവിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ജനക മഹാരാജ് രാത്രി സ്വപ്നത്തില് അദ്ദേഹത്തിനെ ആരോ ചേസ് ചെയ്യാണ്, ഒരു അണ്ടറോ അങ്ങനെ എന്തോ ചേസ് ചെയ്യണം. അപ്പോൾ പേടിച്ചിട്ട് പെട്ടെന്ന് അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഞാൻ ഈ രാജാവാണോ അതോ ആക്ച്വലി ഈ ഇപ്പൊ കണ്ടത് അതാണ് സത്യം, ഇപ്പൊ രാജാവായിട്ടുള്ള അതാണ് സത്യം എന്ന് കുറച്ച് നേരത്തില് അദ്ദേഹത്തിന് കൺഫ്യൂഷനായി. അതേപോലെയാണ് ഇവിടെ അർജുനന്റെ സ്ഥിതി. അർജുനൻ അറിയുന്നില്ല ഇതല്ല എന്താണ് നടക്കുന്നത് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആകെ അത്ഭുതപ്പെട്ടിട്ട് ആശ്ചര്യചകിതനായിട്ട് അദ്ദേഹം വണങ്ങാണ് ഭഗവാനെ. ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഈസ് വണ്ടർ, അത്ഭുതം. ഹിസ് നാച്ചുറൽ ലവിങ് ഫ്രണ്ട്ഷിപ്പ് വാസ് ഓവർവെൽംഡ് ബൈ വണ്ടർ. അപ്പോ ആ സഖ്യഭാവം അത് എക്ലിപ്സ് ചെയ്യപ്പെട്ടു, ആവരണം ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട്? ബൈ വണ്ടർ, overwhelmed by wonder, ആശ്ചര്യം കൊണ്ട്. And thus he reacted in this way. അടുത്ത ശ്ലോകത്തില് എന്താണെന്ന് പിന്നെ
നോക്കാം എന്താണ് പറയുന്നത്. അർജുനൻ പറയാണ്. പിന്നെ ഇത് കണ്ട ശേഷം അർജുനൻ ഭഗവാനോട് പറയാണ്. Arjuna said, "My dear Lord Krishna, I see assembled in your body all the demigods and various other living entities. I see Brahma sitting on the lotus flower, as well as Lord Shiva and all the sages and divine serpents." അപ്പോൾ അർജുനൻ കണ്ടത് ഭഗവാനോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്താണ് ചുരുക്കത്തിൽ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഭഗവാൻ ഈസ് ഓൾ ഇൻക്ലൂസീവ്. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. നാന്യ എന്താ ശ്ലോകം? മത്തഃ പരതരം മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രയും മണികണ്ഠൻ. ഞാനല്ലാണ്ട് ഒരു സത്യമില്ല എന്നുള്ളത് പറയുന്ന ഇതാണ്. എല്ലാം ഭഗവാനിൽ തന്നെയാണ്. സോ ഹീസ് ഓൾ ഇൻക്ലൂസീവ്, നോബഡി ഈസ് ഇൻഡിപെൻഡന്റ്. ഈ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ 15 അർജുനൻ കണ്ടത് വിവരിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णवी की जय। श्री प्रभुपाद की जय। गुरु महाराज की जय। हरे कृष्णा की